പോയി ഒരുങ്ങട്ടെ. മിനി, എന്റെ അടുത്ത് വന്നിരിക്കോ കുറച്ചു നേരം? ഞാനിവിടെ ഇരുന്നോളാം. മിനി ഒരുപാട് സങ്കടപ്പെടുന്നു. എന്താ കാരണം? സുധിയും സങ്കടപ്പെടുന്നുണ്ടല്ലോ. ഞാൻ കാണുന്നുണ്ടത്, അറിയുന്നുണ്ട്. നമ്മൾ എന്താ ഇങ്ങനെ? ആ, ഈ കല്യാണത്തിന് ഇഷ്ടമല്ലേ മിനിക്ക്? ഇഷ്ടമാ. പക്ഷേ ഞാൻ സുധിയുടേതാകുന്ന നേരത്ത് എന്റെ അമ്മച്ചി ഇച്ചായമാരൊക്കെ അടുത്തുണ്ടായിരുന്നെങ്കിൽ നാശിച്ചു പോയി. നേരാ, മിനി എന്റേതാകുന്ന സമയത്ത് അച്ഛനും അമ്മയും എന്റെ അടുത്തുണ്ടായിരുന്നെങ്കിലെന്ന് ഞാനും ആശിച്ചു. അവരെന്താ സുധി നമ്മളോട് ഇങ്ങനെ? അത്ര വലിയ തെറ്റാണ് നമ്മൾ ചെയ്തത്. ഒന്നും മനഃപൂർവ്വമല്ലല്ലോ, ആയിപ്പോയതല്ലേ ഇങ്ങനെയൊക്കെ. അവർക്കൊക്കെ ഒന്ന് ക്ഷമിച്ചുകൂടെ? നമ്മളോടുള്ള ഇഷ്ടം കൂടിപ്പോയി അവർക്ക്. അതാ ഇന്നലെ കണ്ടപ്പോ അമ്മ എന്താ പറഞ്ഞു സുധിയോട്? എന്നെ ഒരു തീരാ ദുഃഖത്തിലേക്ക് തള്ളിവിടാൻ അമ്മയ്ക്ക് പറ്റുന്നില്ല എന്ന്. ശരിയാ, അമ്മ പറഞ്ഞത് ശരിയാ. നമ്മൾ സ്നേഹിക്കുന്നവരെ നമ്മളെ വെറുക്കുമ്പോ അതൊരു തീരാ ദുഃഖം തന്നെയാ. സുധി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? വെറുതെ നമുക്ക് പിരിയാം. സുധി എന്താ പറഞ്ഞേ? പിരിയാം. സത്യം, എന്റെ മിനി ഒന്ന് സന്തോഷത്തോടെ ഇരിക്കണം. ഞാൻ കാരണം ഒരു ദുഃഖം ഉണ്ടാവരുത്. സുധീനെ ഒരുപാട് സ്നേഹിക്കുന്നു അല്ലേ? മിനി എന്നെ അതിലേറെ സ്നേഹിക്കുന്നു. സുധി വീട്ടിലേക്ക് പോവോ? പോവാം. അമ്മയോട് മാഫ് പറയോ? സുധിയെ ഞാൻ അമ്മയ്ക്ക് തിരിച്ചു തന്നിരിക്കുന്നെന്ന് പറയോ? പറയാം. ഇനി എനിക്ക് സങ്കടമില്ല. സുധിയെ സങ്കടപ്പെടരുത്. ഇല്ല. സത്യം. സത്യം. ഞങ്ങൾക്ക് ഈ കല്യാണം വേണ്ട. ഞങ്ങൾ പിരിയാം. എന്തിനായിരുന്നടാ സുധി ഇതൊക്കെ? എന്തിനായിരുന്നു മിനി ഇത്? മറ്റാർക്കും അറിയില്ലെങ്കിലും രാധുവിന് ചിപ്പായിക്കും അറിയാമല്ലോ സുധീനെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു. നിങ്ങളെക്കാളൊക്കെ സങ്കടം ഞങ്ങൾക്കല്ലേ പറയേണ്ടത്? നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളെ സ്നേഹിക്കുന്ന കുറെ നല്ലവരുണ്ട് ഞങ്ങളുടെ വീടുകളിൽ. അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സന്തോഷം ഇതേ ഉള്ളൂ. ഇത് മാത്രമേ ഉള്ളൂ. രാധു വളർത്തച്ഛനാണെങ്കിലും ആ അച്ഛനെതിരെ നിൽക്കാൻ പറ്റൂ രാധുവിന്? പറ. ആ അച്ഛന്റെ ഇഷ്ടത്തിനെതിരെ നിൽക്കോ ചിപ്പായി എപ്പോഴെങ്കിലും? പറ. സുധിയെ ഞാൻ തിരികെ ഏൽപ്പിക്കുക ആ അച്ഛനും അമ്മയ്ക്കും. അതിനെന്താ, നല്ലതല്ലേ? സുധി എന്നെയും തിരികെ ഏൽപ്പിക്കുക. അതെന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ? ഞങ്ങളുടെ സന്തോഷം ഞങ്ങൾ മാറ്റിവെക്കുക അവർക്കൊക്കെ വേണ്ടി. അതിന് നിങ്ങൾ സമ്മതിക്കല്ലേ വേണ്ടേ? ഞങ്ങൾ പിരിയാനല്ലേ തീരുമാനിച്ചുള്ളൂ, മരിക്കാൻ തീരുമാനിച്ചില്ലല്ലോ. അച്ഛനില്ല എനിക്ക്. അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഞങ്ങൾക്ക് മാപ്പ് തന്ന് അനുഗ്രഹിച്ചയക്കണം ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ അടുത്തേക്ക്. മാപ്പ് ചോദിക്കേണ്ടത് ഞാനല്ലേ മോളെ? മനസ്സിലായി.
ഇപ്പൊ നിങ്ങളെ ശരിക്കും മനസ്സിലായി. നിങ്ങളെപ്പോലെ ഇത്രയും നല്ല മക്കളെ പെറ്റ ആ അമ്മമാരുണ്ടല്ലോ, പുണ്യം ചെയ്തവരവര്, പുണ്യം. ആദ്യം കേട്ടപ്പോ ഒന്ന് പകച്ചു പോയെങ്കിലും നിങ്ങളുടെ തീരുമാനം അസലായി. പാഠമാണിത്, ഒരുപാട് മക്കൾക്കുള്ള ഒരു നല്ല പാഠം. ഇതിൽ കൂടുതൽ ഇനി ഞാൻ എന്ത് പറയാന്? നിങ്ങൾ രണ്ടുപേരും വളർന്നിരിക്കല്ലേ അങ്ങ് ആകാശത്തോളം. ഇഷ്ടങ്ങളൊക്കെ നടക്കട്ടെ. പോയിട്ട് വാ.